കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ആകർഷിച്ച വിനോദമേളയായിരുന്നു കേരളത്തിലെ വിവിധ ജില്ലകളിൽ വൻ വിജയമായ അണ്ടർ വാട്ടർ മറൈൻ അക്വാ ഷോ. നൂറുകണക്കിന് ഇനങ്ങളിൽപ്പെട്ട ലക്ഷക്കണക്കിന് വർണ്ണ മത്സ്യങ്ങൾക്കൊപ്പം കടൽ ജീവികളും സ്കൂബ മത്സ്യകന്യകൾ എന്നിവരെ ഉൾപ്പെടുത്തി സംഘടിപ്പിച്ച മേള 250 അടിയിൽ പരം നീളത്തിലുള്ള ടണലുകളിലൂടെ ചുറ്റിനുമുള്ള കടൽ ജീവിതം കണ്ടുള്ള യാത്ര അപൂർവമായ ഒരു അനുഭവമായിരുന്നു. ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം വഹിച്ച ഗ്ലാസ് ട്യൂബുകൾ ജലസമ്മർദ്ദത്താൽ പൊട്ടിയാലോ എന്ന ആശങ്ക പല സന്ദർശകരും പങ്കുവച്ചിരുന്നു. ടെമ്പയുടെ ആക്രിലിക് ഗ്ലാസിൽ നിർമ്മിച്ചിരിക്കുന്ന ഗ്ലാസുകൾ പൊട്ടാൻ സാധ്യത തീരെ ഇല്ല എന്നതാണ് സത്യം. എന്നാൽ പടുകൂറ്റൻ അക്വേറിയം പൊട്ടിച്ചിതറി ഒരു നഗരവീഥിയെ തന്നെ മുഖ്യ സംഭവം ഉണ്ടായിട്ടുണ്ട്. വീടിന് പുറത്തേക്കിറങ്ങി റോഡിലേക്ക് നോക്കുമ്പോൾ ആയിരക്കണക്കിന് വളർത്തു മത്സ്യങ്ങൾ റോഡിലൂടെ ഒഴുകി നടക്കുന്നത് കണ്ട് ജനം അമ്പരന്നിട്ടുണ്ട്. ഫാൻറ്റസി ചിത്രത്തിലെ രംഗമാണോ എന്ന് സംശയിക്കേണ്ട. ജർമ്മൻ തലസ്ഥാനമായ ബെർലിനിൽ ഒരു പടുകൂറ്റൻ സിലിണ്ടറിക്കൽ അക്വേറിയം പൊട്ടിത്തെറിച്ച് ഒരു തെരുവ് പൂർണ്ണമായും അടച്ചിടേണ്ടി വന്ന അവിശ്വസനീയ സംഭവമാണ്. ആയിരക്കണക്കിന് വളർത്തു മത്സ്യങ്ങളുമായി 1 ദശലക്ഷം ലിറ്റർ വെള്ളം പ്രധാന റോഡിലേക്ക് ഇരച്ചിറങ്ങി. ഇന്നും കാരണം അജ്ഞാതമായി തുടരുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഫ്രീ സ്റ്റാൻഡിംഗ് സിലിണ്ടറിക്കൽ അക്വേറിയത്തിൽ എന്താവും സംഭവിച്ചിട്ടുണ്ടാകുക? ഏത് സമ്മർദ്ദത്തെയും അതിജീവിക്കുവാനായി ടെമ്പയുടെ അക്രിലിക് ഗ്ലാസിൽ നിർമ്മിച്ച 82 അടി ഉയരമുള്ള ഫീമൻ അക്വേറിയത്തിന് എന്താവും സംഭവിച്ചിരിക്കുക? ജർമ്മൻ തലസ്ഥാനമായ ബെർലിൻ്റെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്തിരുന്ന അത്യാഡംബര ഹോട്ടൽ സമുച്ചയമാണ് റാഡിസൺ കളക്ഷൻ. ഈ ഹോട്ടലിലെ പ്രധാന ആകർഷണമായിരുന്നു ഹോട്ടലിൻ്റെ വലിയ ആട്രിയത്തിൽ സ്ഥിതി ചെയ്തിരുന്ന സിലിണ്ടറിക്കൽ അക്വേറിയം. 82 അടി ഉയരത്തിൽ 1 ദശലക്ഷം ലിറ്റർ വെള്ളത്തിൽ നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള 1500ഓളം മത്സ്യവൈവിധ്യങ്ങൾ ഇതിൽ സൂക്ഷിച്ചിരുന്നു. ബ്ലൂ ടാഗ്, ക്ലോൺ ഫിഷ് എന്നിവയ്ക്ക് പുറമെ അത്യപൂർവമായ പല ഉഷ്ണമേഖലാ മത്സ്യവൈവിധ്യങ്ങളും കാണാമെന്നത് ഇവിടേക്ക് സന്ദർശകരെ ആകർഷിച്ചിരുന്നു. 2022 ഡിസംബർ 16 പുലർച്ചെ പ്രാദേശിക സമയം 5:43 അതിഭയങ്കരമായ ഒരു ഇടിമുഴക്കം കേട്ടാണ് ഹോട്ടലിലെ അതിഥികൾ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങിയത്. അതിശയകരമായ ഒരു കാഴ്ചയാണ് അവർക്ക് കാണാൻ കഴിഞ്ഞത്. ഹോട്ടൽ ലോബിയിൽ നിന്നും ഉയർന്നു നിന്നിരുന്ന ഫീമൻ ഗ്ലാസ് അക്വേറിയം അപ്രത്യക്ഷമായിരിക്കുന്നു. മത്സ്യങ്ങളും ഫർണിച്ചറുകളും ഹോട്ടലിന് പുറത്തേക്ക് കുത്തിയൊഴുകുന്നു. എങ്ങും അലമുറകൾ. 100ഓളം വരുന്ന എമർജൻസി റെസ്പോണ്ടർമാർ ഹോട്ടലിലേക്ക് കുതിച്ചെത്തി രക്ഷാപ്രവർത്തനം തുടങ്ങി. ഗ്ലാസ് വീണ് പരിക്കേറ്റ 2 ജീവനക്കാരുമായി ആംബുലൻസ് പാഞ്ഞു. കെട്ടിടത്തിൽ നിന്നൊഴുകിയ വെള്ളം തെരുവ് വീതിയിലൂടെ മത്സ്യങ്ങളുമായി ഇരച്ചൊഴുകി. അതിവേഗം ഉണർന്നു പ്രവർത്തിച്ച രക്ഷാപ്രവർത്തകർ ബ്രാൻഡൻബർഗ് ഗേറ്റിലേക്ക് പോകുന്ന പ്രധാന റോഡ് രക്ഷാദൗത്യത്തിനായി അടച്ചിട്ടു. തിരക്കേറിയ മീറ്റെ ജില്ലയിലെ പ്രധാന റോഡിലേക്ക് 1 ദശലക്ഷം ലിറ്റർ വെള്ളം മത്സ്യങ്ങളെയും അവശിഷ്ടങ്ങളുമായി ഒഴുകി ഗതാഗതം തടസ്സപ്പെടുത്തിയിരുന്നു. ഹോട്ടലിലെത്തിയ 350ഓളം അതിഥികളെ വളരെ വേഗം തന്നെ ഹോട്ടലിൽ നിന്ന് മാറ്റി ശുചീകരണം ആരംഭിച്ചു. റാഡിസൺ അധികം താമസിക്കാതെ അന്വേഷണ സമിതിയെ നിയോഗിച്ചു. എങ്കിലും യുക്തിസഹജമായ കാരണം കണ്ടെത്തുന്നതിൽ അവർ പരാജയപ്പെട്ടു. വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിൽ 2 കാരണങ്ങളാണ് പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത്. അതിലൊന്ന്, അക്വേറിയ പരിപാലനത്തിൽ 2 ജീവനക്കാർക്ക് വന്ന കുറ്റകരമായ അനാവസ്ഥ. മറ്റൊന്ന്, ടാങ്കിൻ്റെ നവീകരണ ശേഷം സിലിണ്ടർ ഒട്ടിച്ച പശ പരാജയപ്പെട്ടതുമായിരുന്നു. 2019 ഒക്ടോബറിൽ അക്വേറിയം നവീകരിച്ചപ്പോൾ ടാങ്കിൻ്റെ അടിത്തട്ടിൽ വിള്ളലുണ്ടായേക്കാമെന്നുള്ള നിഗമനത്തിൽ വിദഗ്ധ സമിതി എത്തി. ടാങ്ക് നവീകരണത്തിന് ശേഷം വളരെ വൈകിയാണ് അതിൽ ജലം നിറച്ചത് എന്നത് മറ്റൊരു പരാജയ കാരണമായി ചൂണ്ടിക്കാട്ടി. ഇക്കാരണത്താൽ തന്നെ ഗ്ലാസ് ഭിത്തി വളരെ ഉണങ്ങുകയും അത് മർദ്ദം അതിജീവിക്കുന്നതിൽ പരാജയപ്പെടാൻ കാരണമായി തീരുകയും ചെയ്തുവെന്ന് പറയപ്പെടുന്നു. കാരണം എന്തായാലും വീണ്ടെടുക്കാൻ കഴിയാത്ത വിധം 1500ഓളം അപൂർവ മത്സ്യങ്ങളിൽ വലിയ പങ്ക് മത്സ്യവും നശിച്ചു പോയിരുന്നു. ശേഷിച്ച കുറച്ച് മത്സ്യങ്ങളെ ഹോട്ടലിലെ മറ്റു അക്വേറിയത്തിലേക്ക് മാറ്റി സംരക്ഷിച്ചുവെന്ന് ഹോട്ടൽ വൃത്തങ്ങൾ പിന്നീട് വെളിപ്പെടുത്തി. ഇന്നും കാരണം കണ്ടെത്താൻ കഴിയാത്ത ദുരന്തമായി ബെർലിൻ അക്വേറിയ ദുരന്തം ചരിത്രത്താളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു.
you.